ഹലോ ഗുഡ് മോർണിംഗ്. വാട്സപ്പ് എല്ലാവരും ഹാപ്പിയാണെന്ന് വിചാരിക്കുന്നുണ്ട്. ഓക്കെ, നമുക്ക് ഇന്നത്തെ മാർക്കറ്റ് ബിഹേവിയർ, മാർക്കറ്റ് കണ്ടീഷൻ കാര്യങ്ങളൊക്കെ എന്താണെന്നുള്ളത് ചെക്ക് ചെയ്യാം. ഇന്നത്തെ ട്രേഡിംഗ് ഓപ്പർച്യൂണിറ്റീസ് കുറിച്ചിട്ട് നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഓക്കെ, ഫസ്റ്റ് നമുക്ക് ഇന്നലെ നമ്മൾ പ്ലാൻ ചെയ്ത എൻട്രീസ് കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ടോ എന്നുള്ളത് നോക്കാം. ഇന്നലെ ഗോൾഡിൽ നല്ല രീതിയിൽ തന്നെ നമുക്കൊരു വലിയ റിവാർഡിൽ നമ്മൾ പ്ലാൻ ചെയ്ത പോലെ എന്ത് ചെയ്തിട്ടുണ്ട്, ആ ഒരു സെൽ എൻട്രി നമുക്ക് കിട്ടിയിട്ടുണ്ട് അല്ലെ. നമ്മൾ ഇന്നലെ ലൈവിൽ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു ഈ ഒരു ഏരിയ എന്നുള്ള ഈ ഒരു സെല്ലായിരുന്നു, ഏരിയ ഓഫ് ഇൻട്രസ്റ്റ് എടുത്ത്. കാരണം മാർക്കറ്റ് ഓൾറെഡി സെൽ റേഞ്ചിലാണുള്ളത്. അപ്പോൾ ഈ ഒരു പോയിന്റ് എടുത്തിട്ട് ലിക്വിഡിറ്റീസ് ഒക്കെ ക്ലിയർ ചെയ്ത്, ഏഷ്യന്റെ ഹൈ ലിക്വിഡിറ്റി ഒക്കെ ക്ലിയർ ചെയ്തിട്ട് ഇവിടുന്ന് ഒരു സെല്ലായിരുന്നു നമ്മൾ എക്സ്പെക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. ക്ലിയർലി നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, ഇവിടുന്ന് ടാർഗറ്റ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, അത്യാവശ്യം നല്ല റിവാർഡിൽ കിട്ടിയിട്ടുണ്ട്. ഞാൻ പറഞ്ഞിട്ടുണ്ട് ഒരു 330 അല്ലെങ്കിൽ ഒരു 350 പോയിന്റ്സ് ഒക്കെ എന്ത് ചെയ്താൽ മതി, മാക്സിമം ടാർഗറ്റിലോട്ട് എന്ത് ചെയ്താൽ മതി, ഗോൾഡിലൊക്കെ നമുക്ക് വെക്കാം. നമ്മൾ സ്നൈപ്പർ എൻട്രീസ് ആണ്, കൺഫർമേഷൻ എൻട്രീസ് ആണ്, ഇത് റിഫൈൻ ചെയ്തിട്ടുള്ള എൻട്രീസ് ആണെന്നെങ്കിൽ കറക്റ്റ് നമുക്ക് എടുക്കാന്നുള്ള ലെവലിൽ പറഞ്ഞിട്ടുണ്ട്. നമ്മൾ ഇന്നലെ ഈ ഒരു RB ആയിരുന്നു എടുത്തിട്ടുണ്ടായിരുന്നു. മാർക്കറ്റ് അവിടുന്ന് ആദ്യം ഇറങ്ങി ഒരു 1:3 ഹിറ്റായി, വീണ്ടും മാർക്കറ്റ് കയറി പോയി, ഏകദേശം സ്റ്റോപ്പ് ലോസിന്റെ അടുത്ത് വരെ എത്തിച്ചു. സ്റ്റോപ്പ് ലോസ് ഹിറ്റ് ആയിട്ടില്ല, തിരിച്ച് അവിടുന്ന് എന്ത് ചെയ്തു, മാർക്കറ്റ് ഇങ്ങോട്ട് തന്നെ ഇറങ്ങി. ഒരുപാട് പേര് ഇന്നലെ ഞാൻ ക്ലാസ്സിൽ കാര്യങ്ങളൊക്കെ ഡിസ്കസ് ചെയ്തപ്പോൾ കുറെ ആളുകൾ ഇത് എടുത്തിട്ടുണ്ട്, നല്ല രീതിയിൽ റിവാർഡ് വെച്ചിട്ടുണ്ട്. അപ്പോൾ 1:3 എന്നല്ല, അവരെല്ലാവരും ഏഷ്യന്റെ ലോ വരെയാണ് മിനിമം ടാർഗറ്റ് വെച്ചിട്ടുള്ളത്. ശരിക്കും നമ്മളെ ടാർഗറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എക്സ്ട്രീം ലെവലിലാണ് നമ്മുടെ ടാർഗറ്റ് വരിക. കാരണം ഡൗൺ ട്രെൻഡ് ആണ്, ഈ ഒരു ഏരിയ ബ്രേക്ക് ചെയ്യാനാണ് മാർക്കറ്റ് എന്ത് ചെയ്യുന്നത്, പോകുന്നത്. പക്ഷെ ഈ ഒരു ഏരിയ എന്നൊക്കെ പറയുമ്പോൾ വലിയ റിവാർഡാണ്. ഞാൻ പറഞ്ഞിട്ടുണ്ട്, റിവാർഡ് കൂടുന്തോറും അതിന്റെ കൂടെ റിസ്ക്കും കൂടും. അപ്പൊ ആ ഒരു റിസ്ക് എടുക്കണമെന്നുണ്ടെങ്കിൽ മാത്രം എന്ത് ചെയ്താൽ മതി, ഈ ലെവലിലോട്ട് വെച്ചാൽ മതി. ഏകദേശം 8000 പോയിന്റ് ആണ്, 8000 ടിക്സ് ആണുള്ളത്. 1:25 റിവാർഡ് കിട്ടും. പക്ഷെ നമുക്ക് അത് നോക്കിയിട്ട് കാര്യമില്ല. മേ ബി ഇവിടെ നിന്നൊക്കെ മാർക്കറ്റ് റിവേഴ്സൽ അടിച്ചിട്ട് എന്ത് ചെയ്യാം, കയറി പോകാം, നമ്മൾ ഉണ്ടാക്കിയ പ്രോഫിറ്റ് പോകും. ചെറിയ റിസ്ക് മാത്രം എന്ത് ചെയ്യുക, ഇതിലോട്ട് കംപ്ലീറ്റ്ലി വിട്ടുകൊടുക്കുക. മാക്സിമം നമ്മൾ റിസ്ക് ഫ്രീ ആക്കുക. നമ്മൾ പ്രോഫിറ്റ് കാര്യങ്ങളൊക്കെ ഇന്ന് ബുക്ക് ചെയ്തിട്ട് ചെറിയ പ്രോഫിറ്റും ചെറിയ റിസ്ക്കും മാത്രം അതിൽ എന്ത് ചെയ്യുക, നമ്മൾ വിട്ട് കൊടുത്തിട്ട് ഫുൾ റിവാർഡ് ഒക്കെ എടുക്കാം. ഓൾമോസ്റ്റ് എല്ലാവരും ഈ ഒരു ഏഷ്യന്റെ ലോ തന്നെ എന്ത് ചെയ്തിട്ടുണ്ട്, ഇറങ്ങിയിട്ടുണ്ട്. അത്യാവശ്യം നല്ല രീതിയിൽ റിവാർഡ് കിട്ടിയിട്ടുണ്ട്. അപ്പൊ ഈ ഒരു ട്രേഡ് പ്ലാൻ ചെയ്ത ആളുകൾ, അതുപോലെ എടുത്ത ആളുകളൊക്കെ ജസ്റ്റ് പ്രോഫിറ്റ് എന്നുള്ളത് ജസ്റ്റ് ഒന്ന് കമന്റ് ചെയ്തേക്കും. നമുക്ക് എത്ര പേര് എടുത്തിട്ടുണ്ട് എന്നുള്ളതൊക്കെ നോക്കാലോ. അപ്പൊ ചില ആളുകൾക്ക് മിസ്സായി എന്ന് പറഞ്ഞു. അപ്പൊ മിസ്സായ ആളുകളും ജസ്റ്റ് നമ്മൾ ഈ ട്രേഡ് വാച്ച് ചെയ്തിരുന്ന എല്ലാവരും എന്ത് ചെയ്യുക, ജസ്റ്റ് നിർബന്ധമായിട്ടും കമന്റിൽ പ്രോഫിറ്റ് എന്നുള്ളത് എന്ത് ചെയ്യുക, പ്രോഫിറ്റ് ഡൺ എന്നോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ജസ്റ്റ് കമന്റ് ചെയ്യാം. ഓക്കെ, അപ്പൊ നമുക്കറിയാം ആരൊക്കെയാണ് പ്രോപ്പർ ആയിട്ട് എടുക്കുന്നത്, നമ്മൾ ലൈവ് ആരൊക്കെയാണ് കാണുന്നത് എന്നുള്ളത്. കാരണം ഇത് പ്രോപ്പർ ആയിട്ട് വാച്ച് ചെയ്യുന്ന ആളുകൾക്കൊക്കെ നല്ല രീതിയിൽ റിസൾട്ട് ഉണ്ട്. അപ്പൊ ഗോൾഡിൽ നമ്മൾ ക്ലിയർലി എന്ത് ചെയ്തു, ഇന്നത്തെ നമ്മൾ പ്ലാൻ സെറ്റ് ചെയ്തു. ഈ ഒരു സെല്ല് നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്ന ഈ ഒരു ബ്രേക്ക് ഓഫ് സ്ട്രക്ചർ വരെയാണ്. സോ ഈ ഒരു സെല്ലിന്റെ കണ്ടിന്യൂഷൻ ആണ് ഇന്ന് നമ്മൾ എന്ത് ചെയ്യാൻ പോകുന്നത്, നോക്കാൻ പോകുന്നത്. അങ്ങനെ നോക്കുന്ന ടൈമിൽ നമുക്ക് ആവശ്യമുള്ള ലിക്വിഡിറ്റീസ് എന്ത് ചെയ്തിട്ടുണ്ട്, മാർക്കറ്റ് ഇവിടെയൊക്കെ ക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഏഷ്യന്റെ ഹൈ ആൻഡ് അതിന്റെ മുന്നേ ഉണ്ടാക്കിയിട്ടുള്ള സ്ട്രക്ചർ ലിക്വിഡിറ്റീസ്. ഈ ലിക്വിഡിറ്റി ഒക്കെ ക്ലിയർ ചെയ്തിട്ട്, കാരണം ട്രേഡിംഗ് റേഞ്ച് തന്നെ നമ്മൾ ഇതിന്റെ കണ്ടിന്യൂഷൻ ആണ്, ഇന്റേണലി പിടിച്ചിട്ട് വരികയാണ്. ഈ ലിക്വിഡിറ്റീസ് ഒക്കെ ക്ലിയർ ചെയ്തിട്ട് മേ ബി എന്ത് ചെയ്യാം, ഇതിന്റെ മേലുള്ള ഒരു ഏരിയ ഓഫ് ഇൻട്രസ്റ്റ് എന്ന് മാർക്കറ്റ് ഇറങ്ങാം. ഓക്കെ, ഇതിന്റെ മേലുള്ള ഒരു ഏരിയ ഓഫ് ഇൻട്രസ്റ്റ് എന്ന് പറയുമ്പോൾ നമുക്ക് ഹയർ ടൈം ഫ്രെയിം ജസ്റ്റ് ഒന്ന് വാച്ച് ചെയ്യാം. ഫോർവറിലുള്ള ഈ ഒരു ഏരിയ ഉണ്ട്, ഈ ഒരു റിജക്ഷൻ ബ്ലോക്ക്, കണ്ടിന്യൂഷൻ റിജക്ഷൻ ബ്ലോക്ക്. ജസ്റ്റ് 15 മിനിറ്റിന്റെ ഏരിയ ഒന്ന് റിഫൈൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ് എന്ത് ചെയ്തത്, 4 ഹവറിന്റെ ഒരു ഏരിയ എടുത്തത്. ഓക്കെ, അപ്പൊ 15 മിനിറ്റിന്റെ ഈ ഒരു ഏരിയ നമുക്ക് എന്ത് ചെയ്യാം, ഏരിയ ഓഫ് ഇൻട്രസ്റ്റ് ആക്കിയിട്ട് കൺസിഡർ ചെയ്യാം. എന്നിട്ട് എന്ത് ചെയ്യാം, ഈ ഒരു പോയിന്റ് ഒക്കെ നമുക്ക് നോക്കാം. ഈ ഓർഡർ ബ്ലോക്ക് ഒക്കെ ഓൾറെഡി ഇൻവാലിഡ് ആണ്, ഏരിയയിൽ തട്ടിയിട്ടാണ് മാർക്കറ്റ് ഇറങ്ങുന്നത്. സോ ഈ ഒരു ഏരിയ ഒക്കെ നമുക്ക് എന്ത് ചെയ്യാം, നോക്കാം. ഈ ഏരിയയിൽ ഇവിടെ ചിലപ്പോൾ ഒരു ലിക്വിഡിറ്റി റെസ്റ്റിംഗ് ആയിട്ട് നിൽക്കുന്നുണ്ട്, അത് ഗ്രാബ് ചെയ്തിട്ടുണ്ട്. എന്തിരുന്നാലും നമുക്ക് എന്ത് ചെയ്യാം, വാച്ച് ചെയ്യാം. ഓക്കെ, അപ്പൊ ഞാൻ എക്സ്പെക്ട് ചെയ്യുന്നത് ഇവിടെ നിന്നൊരു ഡയറക്റ്റ് എൻട്രി ആരും എന്ത് ചെയ്യണ്ട, കയറണ്ട. മാർക്കറ്റിൽ ഏതെങ്കിലും ഇവിടെ ലോവർ ടൈം ഫ്രെയിം, ഇപ്പൊ ഈ 15 മിനിറ്റിന്റെ ഏരിയ എടുത്ത് അതിൽ 5 മിനിറ്റിന്റെ ഏരിയാസ്, ഈ ഒരു ഏരിയാസ് ഒക്കെ ഉണ്ടല്ലോ, 5 മിനിറ്റിന്റെ ഈ ഒരു ഏരിയ, ഓക്കെ, അതിൻ്റെ ഉള്ളിൽ തന്നെ 1 മിനിറ്റിന്റെ ഏരിയാസ് ഒക്കെ ഉണ്ടോ എന്നുള്ളത് ചെക്ക് ചെയ്യാം. കാരണം ഇത് മേ ബി ഒരു ലിക്വിഡിറ്റി ആവാനുള്ള ചാൻസസ് കാണുന്നുണ്ട്. കാരണം ഇവിടെ ഇങ്ങനെ കണ്ടോ, ഈക്വൽ ഹൈ ആയിട്ട് എന്ത് ചെയ്തിട്ടുണ്ട്, സ്ട്രക്ചർ ലിക്വിഡിറ്റി ആയിട്ട് നിൽക്കുന്നുണ്ട്. അപ്പൊ മേ ബി ഇതും കൂടെ സ്വീപ്പ് ചെയ്യാനുള്ള ചാൻസസ് എന്ത് ചെയ്യുന്നുണ്ട്, കാണുന്നുണ്ട്. അപ്പൊ ഇവിടെ ഇതും കൂടെ ഗ്രാബ് ചെയ്തിട്ട് വരികയാണെങ്കിൽ നമുക്ക് എന്താക്കാം, ബെറ്റർ ആക്കിയിട്ട് എടുക്കാം. അപ്പൊ ഇവിടെ ഒരിക്കലും ഒരു ഡയറക്റ്റ് എൻട്രി എന്ത് ചെയ്യണ്ട, കയറണ്ട. കാരണം ഇവിടെ ലിക്വിഡിറ്റീസ് റെസ്റ്റിംഗ് ആയിട്ട് നിൽക്കുന്നുണ്ട്. മേ ബി ചിലപ്പോൾ എന്താവും, ഇതൊന്നും ഇങ്ങോട്ട് ഒരു വിക്ക് ഇട്ട് ഗ്രാബ് ചെയ്യും. ഇത് ഗ്രാബ് ചെയ്ത് മാർക്കറ്റ് ഇങ്ങോട്ട് ഓപ്പോസിറ്റ് റിവേഴ്സൽ വന്നു കഴിഞ്ഞാൽ എന്ത് ചെയ്യാം, നമുക്ക് കണ്ടിന്യൂഷൻ എൻട്രീസ് ഒക്കെ നോക്കിയിട്ട് അതിന്റെ കണ്ടിന്യൂഷൻ ആക്കിയിട്ട് എടുക്കാം. അല്ലാണ്ട് പോയിട്ട് ഇവിടുന്ന് ഡയറക്റ്റ് ഒരിക്കലും എന്ത് ചെയ്യണ്ട, എൻട്രി ഫോക്കസ് ചെയ്യണ്ട. ഈ ഒരു ഏരിയയും കൂടെ ഗ്രാബ് ചെയ്ത് കഴിഞ്ഞാൽ ഒന്നും കൂടെ കൺഫേം ആയി, എന്നിട്ട് അതിന്റെ എന്ത് ചെയ്യാം, അതിന്റെ കണ്ടിന്യൂഷൻ ആക്കി എടുക്കാം. അല്ലെങ്കിൽ ഇത് ഗ്രാബ് ചെയ്ത് മേലോട്ട് പോവുകയാണെങ്കിൽ അതിന്റെ തൊട്ട് മേലുള്ള ഏരിയ ഓഫ് ഇൻട്രസ്റ്റ് വേറെ ഏതെങ്കിലും പോയിന്റുകൾ ഉണ്ടെന്നുണ്ടെങ്കിൽ അതിൽ നോക്കാം. മിക്കവാറും ഇത് ഗ്രാബ് ചെയ്തിട്ട് മാർക്കറ്റ് എന്ത് ചെയ്യും,
ഇറങ്ങാനാണ് ചാൻസസ് കൂടുതൽ. ഓക്കെ, അപ്പൊ അതൊന്ന് വാച്ച് ചെയ്യുക. ആ ഒരു സെല്ലിന്റെ കണ്ടിന്യൂഷൻ തന്നെ നമ്മൾ നോക്കാം. എക്സ്പെക്ട് ചെയ്യുന്ന ഈ ഒരു ലോ ബ്രേക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ചിലപ്പോൾ ഇത് ഇങ്ങോട്ട് വരണമെന്നൊന്നുമില്ല, മാർക്കറ്റ് ചിലപ്പോൾ ആ ലോ കണ്ടിന്യൂസ് ആയിട്ട് എന്ത് ചെയ്യും, വരും ചെയ്യും. ഇവിടെ ആവശ്യത്തിനുള്ള ലിക്വിഡിറ്റീസ് ഇങ്ങനെ ക്രിയേറ്റ് ചെയ്ത് ഫോം ആവുകയാണെങ്കിൽ ചിലപ്പോൾ എന്ത് ചെയ്യും, ഏഷ്യന്റെ ഹൈ ബ്രേക്ക് ചെയ്യണമെന്നില്ല, ഏഷ്യന്റെ ഉള്ളിൽ നിന്നുള്ള ഏരിയാസ് എടുത്ത് വരും. പക്ഷെ ഇവിടെ ഇത്രയും ലിക്വിഡിറ്റീസ് റെസ്റ്റിംഗ് ആയതുകൊണ്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഏഷ്യൻ ഈ ഒരു ലിക്വിഡിറ്റീസ് കൂടെ ക്ലിയർ ചെയ്തിട്ടുള്ള ഏരിയാസ് നോക്കുന്നത്. അപ്പൊ ഇവിടുന്ന് റിവേഴ്സിൽ വന്ന് കയറി വരികയാണെങ്കിൽ നമുക്ക് മാർക്കറ്റ് ബിഹേവിയർ അങ്ങനെയാണ് വരുന്നത്, മാർക്കറ്റ് സ്ട്രക്ചർ അങ്ങനെ ഫോം ആവണമെങ്കിൽ പിന്നെ മാർക്കറ്റിൽ നമ്മൾ ഈ പ്ലാൻ വെയിറ്റ് ചെയ്തിട്ട് കാര്യമില്ല. നമ്മൾ ഇവിടെ നിന്നുള്ള മാർക്കറ്റിന്റെ ബിഹേവിയർ അനുസരിച്ചിട്ടുള്ള പ്ലാനിൽ എന്ത് ചെയ്യണം, ഓൾട്ടർനേഷൻ വരുത്തിയിട്ട് ട്രേഡ് നോക്കണം. ഓക്കെ, അപ്പൊ ഇതാണ് നമ്മുടെ ഗോൾഡിന്റെ ഇന്നത്തെ വ്യൂ എന്ന് പറയുന്നത്. ഗോൾഡിൽ ഇന്നലെ നല്ല എൻട്രി കിട്ടിയിട്ടുണ്ട്. ശരിക്കും ഈ ഒരു വീക്കിലോട്ടുള്ള അല്ലെങ്കിൽ ഈ ഒരു മന്തിലോട്ടുള്ള റിവാർഡ് പ്രോഫിറ്റ് നമ്മൾ ഇന്നലത്തെ സിംഗിൾ ട്രേഡുമ്പോൾ നമുക്ക് എന്ത് ചെയ്തിട്ടുണ്ട്, അതിന് നമ്മൾ ഏൺ ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഡൺ ഫോർ ദ മന്ത് ആണ്. പക്ഷെ നമുക്ക് നോക്കാം ബാക്കി കാര്യങ്ങൾ എങ്ങനെ പോകുന്നു എന്നുള്ളത് നോക്കാം. ഈ ഒരു മന്ത് കഴിഞ്ഞിട്ട് ഓവറോൾ നമ്മൾ എടുത്ത ലൈവ് പ്ലാനിങ്സും അതിന്റെ സ്റ്റോപ്പ് ലോസ് ടാർഗറ്റ് ഒക്കെ ബേസ് ചെയ്തിട്ട് എന്ത് ചെയ്യാം, ഓവറോൾ എത്ര പെർസെന്റേജ് നമ്മൾ ഗെയിൻ ചെയ്തിട്ടുണ്ട് എന്നുള്ളതൊക്കെ നമുക്ക് എന്ത് ചെയ്യാം, ക്രോസ് ചെക്ക് ചെയ്യാം. ദെൻ GBP USD ഞാൻ ഇന്നലെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഇവിടെ 3 ലിക്വിഡിറ്റീസ് ഉണ്ട്. ഈ ലിക്വിഡിറ്റീസ് ക്ലിയർ ചെയ്യാൻ വേണ്ടി മാർക്കറ്റ് പോകും എന്നുള്ളത് പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലെ. ക്ലിയർലി ആ പോക്ക് തന്നെയാണ് ഇവിടുന്ന് പോയത്. പക്ഷെ നമ്മുടെ ട്രെൻഡ് സെൽ റേഞ്ച് ആണ്, സെൽ ട്രെൻഡ് ആണ്, അതുകൊണ്ട് നമ്മൾ സെല്ലാണ് കൂടുതൽ ഫോക്കസ് ചെയ്ത്. പക്ഷെ ഇവിടുന്ന് ഇന്റർണൽ പിടിച്ചിട്ടൊക്കെ വേണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യാം, പോകാം. 1 മിനിറ്റ് റിഫൈൻ ചെയ്തിട്ട് എന്ത് ചെയ്യാം, ഈ മാർക്കറ്റ് ഇങ്ങോട്ട് പോകണല്ലോ, ഫുൾ ബാക്ക് എൻട്രീസ് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ നോക്കാം, റിസ്ക് കുറച്ചിട്ട്. ഇന്നലെ ഞാൻ ലൈവിൽ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. നമ്മളെ മെയിൻ എൻട്രി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സെല്ലായിരുന്നു. ഈ ലിക്വിഡിറ്റീസിനൊക്കെ സ്വീപ്പ് ചെയ്തിട്ട് ഈ ഒരു ഏരിയ നമ്മൾ സെല്ല് എക്സ്പെക്ട് ചെയ്തിരുന്നത്. പക്ഷെ ഇവിടെ മാർക്കറ്റ് നമ്മൾ എന്ത് ചെയ്തു, നമ്മളെ ഫുൾ ആക്കി അല്ലെ. ഈ ഒരു ഏരിയസ് ഒക്കെ ലിക്വിഡിറ്റി ആക്കി എടുത്തിട്ട് മാർക്കറ്റ് എന്ത് ചെയ്തു, നമ്മൾ ഏരിയയിലോട്ട് എത്തിയില്ല. പകരം ഇത് ലിക്വിഡിറ്റി ആക്കിയിട്ടാണ് ഗ്രാബ് ചെയ്താണ്ട്. ഇതൊരു ലിക്വിഡിറ്റി ഗ്രാബ് ആണ്. ഈ ഒരു വിക്ക് പോകുന്നത് കണ്ടില്ലേ, ഇതിനാണ് നമ്മൾ ലിക്വിഡിറ്റി ഗ്രാബ് എന്ന് പറയുന്നത്. അവിടെയുള്ള കംപ്ലീറ്റ് ഓർഡേഴ്സും സ്റ്റോപ്പ് ലോസുകളും ഒക്കെ എന്ത് ചെയ്തു, ക്ലിയർ ചെയ്തിട്ട് മാർക്കറ്റ് നേരെ എന്ത് ചെയ്തു, സെൽ റേഞ്ചിലോട്ട് ഇറങ്ങി. ഓക്കെ, അപ്പൊ നമ്മൾ ഏരിയക്ക് എത്തിയില്ല. ഈ ഒരു ഏരിയ ടാപ്പ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്തിരുന്നു, ഇവിടുന്ന് ഒരു സെല്ല് നോക്കിയിരുന്നു. പക്ഷെ നമുക്ക് അത് അൺഫോർച്ചുനേറ്റ്ലി കിട്ടിയിട്ടില്ല. മാർക്കറ്റ് എന്ത് ചെയ്തു, ലിക്വിഡിറ്റി ഗ്രാബ് ചെയ്ത പാടെ തന്നെ ഇറങ്ങി. ഓക്കെ, അപ്പൊ ഈ ഒരു കണ്ടിന്യൂഷൻ തന്നെയാണ് നമ്മൾ ഇന്ന് നോക്കുന്നത്. അപ്പൊ ഇവിടൊക്കെ ലിക്വിഡിറ്റീസ് റെസ്റ്റിംഗ് ഉണ്ട്, ഇവിടെ ലിക്വിഡിറ്റീസ് ഉണ്ട്, ഇവിടെ ലിക്വിഡിറ്റീസ് ഉണ്ട്. ഇതൊക്കെ ക്ലിയർ ചെയ്യാൻ മാർക്കറ്റ് താഴത്തോട്ട് വരും. നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്ന ഇന്ന് സെൽ എൻട്രി ആണ്. ഗോൾഡിനെ പറഞ്ഞ പോലെ തന്നെ കണ്ടിന്യൂഷൻ എൻട്രി ആണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഇന്ന് നോക്കുന്നത്. അപ്പൊ ഇവിടെ ഈ ഏഷ്യന്റെ ഹൈ ആണ് നമ്മൾ ലിക്വിഡിറ്റി ആക്കി എടുക്കാൻ പോകുന്നത്. അത് കഴിഞ്ഞിട്ട് ഇവിടെ ഉള്ള ഈ ഒരു ഏരിയ ഓഫ് ഇൻട്രസ്റ്റ് നമുക്ക് എന്ത് ചെയ്യാം, വാച്ച് ചെയ്യാം. ഓക്കെ, ഈ ഒരു ഏരിയ ഓഫ് ഇൻട്രസ്റ്റ് നമുക്ക് എന്ത് ചെയ്യാം, ഇന്നൊരു സെൽ എൻട്രി എന്ത് ചെയ്യാം, എക്സ്പെക്ട് ചെയ്യാം. ഓക്കെ, ഈ ഒരു ഏരിയയിൽ നിന്ന് നമുക്ക് സെൽ എൻട്രി വേണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യാം, എക്സ്പെക്ട് ചെയ്യാം. ഓക്കെ, ദെൻ ഗോ യൂറോ USD. ഓക്കെ, യൂറോ USD നമ്മൾ ബൈ സൈഡ് എൻട്രിയാ നോക്കി. നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു, ബൈ സൈഡ് എൻട്രിയാ നോക്കി. പക്ഷെ നമ്മൾ എക്സ്പെക്ട് ചെയ്ത് ഈ ഒരു ഏരിയക്ക് എത്തി, ലിക്വിഡിറ്റീസ് എടുത്തിട്ട് ഈ ഒരു ലിക്വിഡിറ്റിയും കൂടെ ക്ലിയർ ചെയ്തിട്ട് മാർക്കറ്റ് പോകുന്നുള്ളതായിരുന്നു. ഇവിടെ നോക്കും നിങ്ങൾ, ഈ ലിക്വിഡിറ്റി, ഈ ഏഷ്യന്റെ ലോ എന്ന് പറഞ്ഞ ലിക്വിഡിറ്റി ഗ്രാബ് ചെയ്തിട്ട് മാർക്കറ്റ് പോയി. അപ്പൊ അങ്ങനെ പോകുന്ന ടൈമിൽ നമുക്ക് എന്ത് ചെയ്യാം, ഒരു ലിക്വിഡിറ്റി ഗ്രാബ് ചെയ്ത് ഇങ്ങനെ റിവേഴ്സിൽ തരികയാണെങ്കിൽ പിന്നെ നമുക്ക് ഇതിന്മേൽ വെയിറ്റ് ചെയ്ത് നിൽക്കേണ്ട ആവശ്യമൊന്നുമില്ല. നമുക്ക് എന്ത് ചെയ്യാം, ഇവിടെ നീ പോണ പോക്കിൽ ഇന്റേണൽ പിടിച്ചിട്ട് എന്ത് ചെയ്യാം, കയറി പോകാം. കാരണം ഓൾറെഡി ലിക്വിഡിറ്റി ഗ്രാബ് ചെയ്തു, നമുക്ക് ഡയറക്ഷൻ കിട്ടി. ആ ലെവലിൽ നമുക്ക് എന്ത് ചെയ്യാം, കൺസിഡർ ചെയ്യാം. പക്ഷെ നമ്മൾ ലൈവിൽ ഡിസ്കസ് ചെയ്ത് ഈ ഒരു എൻട്രി ആയിരുന്നു, അത് നമുക്ക് എന്ത് ചെയ്തിട്ടുണ്ട്, ഇന്നലെ കിട്ടിയിട്ടില്ല. ഓക്കെ, ഏഷ്യന്റെ ലോ ലിക്വിഡിറ്റി ഗ്രാബ് ചെയ്തിട്ടാണ് മാർക്കറ്റ് എന്ത് ചെയ്തു, മേലോട്ട് പോയിട്ടുണ്ട്. ഓക്കെ, അപ്പൊ ഇന്ന് നമ്മൾ നേരെ മേലോട്ട് പോയിട്ട് ഇവിടെ ഒരു പുതിയ ബ്രേക്ക് ഔട്ട് സ്ട്രക്ചർ എന്ത് ചെയ്തു, ക്രിയേറ്റ് ചെയ്തു. അപ്പൊ ട്രേഡിംഗ് റേഞ്ച് എന്ത് ചെയ്തു, നമുക്ക് അവിടെ പുതിയത് ഫോം ആയി അല്ലെ. ലേറ്റസ്റ്റ് ഉണ്ടാക്കിയ ഹൈ, അതിന്റെ ലോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചില ആളുകൾ ഇവിടെ എടുക്കുക, ഇതല്ല അതിന്റെ ലോ, ഇതാണ് അതിന്റെ ലോ. ഓക്കെ, ബ്രേക്ക് ഔട്ട് സ്ട്രക്ചറിന്റെ തൊട്ട് മുന്നേ ഉണ്ടാക്കിയിട്ടുള്ള ഏറ്റവും ലോ പോയിന്റ്. സോ ഇതാണ് നമ്മളെ ട്രേഡിംഗ് റേഞ്ച് ആക്കിയിട്ട് നമ്മൾ എന്ത് ചെയ്യുക, കൺസിഡർ ചെയ്യുക. നമ്മൾ ബൈ സൈഡ് എൻട്രി ആണ് നോക്കുന്നത്. ബൈ സൈഡ് എൻട്രി നോക്കുന്ന ടൈമിൽ നമുക്ക് ഇവിടെ ലിക്വിഡിറ്റീസ് ഉണ്ട്, ഏഷ്യന്റെ ലോ ലിക്വിഡിറ്റി. ഓക്കെ, ഇവിടെ തന്നെ ഒരു ഏരിയ ഓഫ് ഇൻട്രസ്റ്റ് ഉണ്ട്. ഓക്കെ, പക്ഷേ ഈ ഒരു ഏരിയ ഓഫ് ഇൻട്രസ്റ്റ് ഞാൻ എന്ത് ചെയ്യുന്നില്ല, വലിയ രീതിയിൽ കൺസിഡർ ചെയ്യുന്നില്ല. ഞാൻ എക്സ്പെക്ട് ചെയ്യുന്നത് ഈ ഒരു ഏരിയ ഓഫ് ഇൻട്രസ്റ്റ് ആണ്. ഓക്കെ, കാരണം ഇവിടെ ഓൾറെഡി ഒരു AMD നടന്നിട്ടുണ്ട്, അക്യുമുലേഷൻ നടന്നു, അതിന്റെ മാനിപ്പുലേഷൻ നടന്നു, ഡിസ്ട്രിബ്യൂഷൻ നടന്നു അല്ലെ. ഇതൊരു സ്ട്രോങ് ലോ ആണ് അല്ലെ. ഒരു അക്യുമുലേഷൻ, മാനിപ്പുലേഷൻ, ഡിസ്ട്രിബ്യൂഷൻ നടന്ന ഏരിയ, അതായത് ലിക്വിഡിറ്റി ക്രിയേറ്റ് ചെയ്തു, അത് ഗ്രാബ് ചെയ്തു, എന്ത് ചെയ്തു, ഡിസ്ട്രിബ്യൂട്ട് ചെയ്തു. അതിനാണ് AMD എന്ന് പറയാം, അക്യുമുലേഷൻ, മാനിപ്പുലേഷൻ, ഡിസ്ട്രിബ്യൂഷൻ. ആ ഒരു ഏരിയ എപ്പോഴും സ്ട്രോങ് ആയിരിക്കും. ഓക്കെ, കണ്ടോ, ഇവിടെ ഒരു ലിക്വിഡിറ്റി ഗ്രാബും ഇവിടെ ഒരു ചേഞ്ചും തന്നിട്ടുണ്ട്, അതായത് ഇന്റേണൽ ചേഞ്ചും തന്നിട്ടുണ്ട്. സോ അക്യുമുലേഷൻ, മാനിപ്പുലേഷൻ, ഡിസ്ട്രിബ്യൂഷൻ, ഈ ഒരു ഏരിയ സ്ട്രോങ് ആണ്. അപ്പൊ ഇത് ബ്രേക്ക് ചെയ്യാനുള്ള ചാൻസസ്, പോസിബിലിറ്റീസ് മാർക്കറ്റിൽ കുറവാണ്. സോ നമുക്ക് ഈ ഒരു ഏരിയ നിന്നാണ് ഇന്ന് എന്ത് ചെയ്യേണ്ടത്, നമ്മൾ ട്രേഡ് എക്സ്പെക്ട് ചെയ്യേണ്ടത്. ഈ ഒരു ഏരിയ ഞാൻ എന്ത് ചെയ്യുന്നില്ല, വാച്ച് ചെയ്യുന്നില്ല. ഈ ഏരിയ തട്ടി റിവേഴ്സൽ ആവുകയാണെങ്കിൽ നമുക്ക് കണ്ടിന്യൂഷൻ നോക്കിയിട്ട് പോവാം. നമ്മളെ പ്രൈം എൻട്രി ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഇതിനെ കൺസിഡർ ചെയ്യാം. ഓക്കെ, ഈ ഒരു സ്ട്രോങ് ലോന്റെ ബേസിൽ നമുക്ക് എന്ത് ചെയ്യാം,
ഇവിടെ നിന്നുള്ള ഒരു ബൈ സൈഡ് എൻട്രി നോക്കാം. ഓക്കെ, ഇതാണ് നമ്മുടെ യൂറോന്റെ പ്ലാൻ. ഓക്കെ, ഇതൊക്കെ വലിയ ഏരിയാസ് ആണ്, ഇത് റിഫൈൻ ചെയ്യുക, ചെറിയ ടൈം ഫ്രെയിമിലോട്ട് ഇടുക, എന്നിട്ട് ആ റീസെന്റ് ഏരിയ എടുത്തിട്ട് എന്ത് ചെയ്യുക, മാർക്കറ്റിൽ ട്രേഡ് നോക്കുക. അത് ഓൾറെഡി നമുക്ക് അറിയാവുന്ന കാര്യമാണല്ലോ, അതുകൊണ്ടാണ് ഞാൻ ഏരിയ ഓഫ് ഇൻട്രസ്റ്റ് മാത്രം പറയുന്നത്. അത് റിഫൈൻ ചെയ്തിട്ട് എന്ത് ചെയ്യുക, നല്ല പോയിന്റ്സുകൾ നിങ്ങൾ നോക്കിയിട്ട് ട്രേഡ് ചെയ്യുക. ഓക്കെ, അപ്പോൾ ഇവിടെയുള്ള ഈ ലിക്വിഡിറ്റീസ് ഒക്കെ ക്ലിയർ ചെയ്ത് ഈ ഒരു പോയിന്റിൽ നിന്ന് ബൈ സൈഡ്. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മളെ ഇന്നത്തെ 3 പ്ലാനിങ്സ്. യൂറോ യു എസ് ടിയിൽ ഇവിടെ നിന്നുള്ള ഒരു ബൈ നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നത്, GBP USD നമ്മൾ ഇവിടെ നിന്നുള്ള ഒരു സെൽ എക്സ്പെക്ട് ചെയ്യുന്നത്, ദെൻ ഗോൾഡിൽ നമ്മൾ എന്ത് ചെയ്യുന്നു, ഈ ഒരു ഏരിയയിൽ നിന്ന് കണ്ടിന്യൂഷൻ, ഈ ഒരു ഗ്രാബ് നടന്നതിന്റെ ശേഷമുള്ള ഒരു സെൽ എക്സ്പെക്ട് ചെയ്യുന്നു. ഓക്കെ, ഇതാണ് നമ്മൾ. ഇനി ഗ്രാബ് നടക്കണമെന്നൊന്നും ഇല്ല കേട്ടോ, മിക്കവാറും ഗ്രാബ് നടക്കാനാണ് ചാൻസ്. ഇനി ഗ്രാബ് നടന്നില്ല, ഇവിടുന്ന് കണ്ടിന്യൂഷൻ വരുന്നുണ്ടെന്നുണ്ടെങ്കിൽ കണ്ടിന്യൂഷൻ ബേസ് ചെയ്തിട്ടാണ് നമുക്ക് എന്ത് ചെയ്യാം, എൻട്രി എടുത്ത് വരാം. അത് ആ മാർക്കറ്റ് ബിഹേവിയർ നോക്കിയിട്ട് നിങ്ങൾ എന്ത് ചെയ്യാം, പ്ലാൻ ചെയ്യാം. ഓക്കെ, ഇതാണ് നമ്മൾ ഇന്നത്തെ 3 പ്ലാൻ. അപ്പൊ ഞാൻ പറഞ്ഞത് മറക്കണ്ട. ഈ ഒരു ട്രേഡ് ആരൊക്കെയാണോ എടുത്ത് അല്ലെങ്കിൽ വാച്ച് ചെയ്തിട്ട് അവരൊക്കെ എന്ത് ചെയ്യുക, കമന്റിൽ പ്രോഫിറ്റ് ഡൺ എന്നുള്ളത് എന്ത് ചെയ്യുക, ജസ്റ്റ് കമന്റ് ചെയ്തിട്ട് എത്ര പേര് എടുത്തിട്ടുണ്ട് എന്നുള്ളതൊക്കെ നമുക്ക് നോക്കാമല്ലോ. ഓക്കെ, അപ്പോൾ ദാറ്റ്സ് ഇറ്റ്. ഇന്നത്തെ പ്ലാൻ ഇതാണ്. ബാക്കി നമുക്ക് ഈ പ്ലാനുകൾ എങ്ങനെയാണ് വർക്ക്ഔട്ട് ചെയ്യുന്നത് നാളെ നോക്കാം. ഓക്കെ, താങ്ക് യു, ഹാവ് എ നൈസ് ഡേ.